തീർച്ചയായിട്ടും നമ്മുടെ കാഴ്ചപ്പാടാണല്ലോ. ഇപ്പൊ ഇതേ സിനിമ തന്നെ ഒരു 5 പൈസയ്ക്ക് കൊള്ളത്തില്ല എങ്കിൽ ഇതാരെങ്കിലും കാണൂ? ഞാൻ പറഞ്ഞ ഈ സിനിമ ഒട്ടും വളരെ മോശപ്പെട്ട ഒരു സിനിമയാണെങ്കിൽ ഇതെങ്ങനെ ആൾക്കാർ വന്ന് കാണത്തില്ലല്ലോ. അപ്പൊ സിനിമയും ആളുകളെ എന്റർടൈൻ ചെയ്യിക്കുന്നു എന്നുള്ളതുകൊണ്ടിട്ടാണല്ലോ സിനിമ ഓടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അടുത്ത പ്രാവശ്യം മുതൽ ഓരോ സിനിമകൾ വരുമ്പോൾ വിവാദം ഉണ്ടാക്കിയ ഇങ്ങനെ കളക്ഷൻ വരണ്ട. അങ്ങനെയല്ലോ, സിനിമ ആഫ്റ്റർ ഓൾ ഇത് എന്റർടൈൻ ചെയ്യാന്നുള്ളൊരു കാര്യമാണ്. നമ്മളെ അതായത് ഇതൊരു 2 മണിക്കൂറുള്ള സിനിമയല്ല, 3 മണിക്കൂറുള്ള സിനിമയാണ്. 3 മണിക്കൂർ ഉള്ള ഒരു സിനിമ നമ്മൾ കുത്തിപ്പിരിച്ചിരുന്ന് കാണണ്ടേ? നമ്മൾ 4 മണിക്കൂർ സ്പെൻഡ് ചെയ്താണ് 3 മണിക്കൂറുള്ള സിനിമ പോയി കാണുന്നത്. അപ്പൊ നമ്മളെ അത്ര എന്റർടൈൻ ചെയ്യുന്നു എന്നുള്ളത് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരുപക്ഷെ ഈ കട്ടിങ് വന്നതിന് ശേഷം ആ സിനിമയെ എത്രത്തോളം ബാധിക്കുമെന്ന് ആരെങ്കിലും സംസാരിക്കുക? എനിക്ക് തോന്നുന്നില്ല അതങ്ങനെ ഒരു ഇതൊന്നാമത് സെൻസർ ബോർഡ് കണ്ടിട്ടാണ് ഒരു സിനിമ ഇറക്കുന്നത്. അതായത് നമ്മൾ എന്ത് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ ബോർഡിൽ എന്താണെന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. പാർട്ടിക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്, സെൻസർ ബോർഡിന്റെ ആളുകളുണ്ട്. അപ്പൊ അവരുടെ എല്ലാം കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടാണ് ഒരു സിനിമയുടെ ഔട്ട് ഇറങ്ങുന്നത്, സെൻസർ ചെയ്ത് തരുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇന്ന സീൻ അവിടെ അത് പാടില്ല, അപ്പൊ നമ്മളൊരു പേര് ഇന്ന ആളെ ഇന്ന പോലെ പരാമർശിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്റെയൊക്കെ ഇതിനു മുമ്പുണ്ടായിരുന്ന സിനിമകളിലൊക്കെ നമ്മൾ ഇന്ന ഒരാളോട് സാദൃശ്യമുള്ളതാണെങ്കിൽ ചിലപ്പോൾ ആ പേരിന്റെ സംഭവം ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ അവിടെ ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഇത് സ്വാഭാവികമായിട്ടുള്ള. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് സെൻസർ ചെയ്ത് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ അതായത് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള പല സീനുകളും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ അതെല്ലാം അതൊരു സിനിമയിൽ ഉൾപ്പെടുത്തണമെന്നില്ല. ബ്രദർ, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഒരു സിനിമ ചെയ്യുന്ന ഒരാളാണ്, ഒരു സിനിമാ പ്രേമിയാണ്, ഒരു സിനിമാ നിർമ്മാതാവാണ്. ഇത് ടാർഗറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്? ഇപ്പൊ എന്നെ തന്നെ ഞാൻ എന്ത് പറയുമ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ മേലാത്ത ആളും പേരില്ലാത്ത ആൾക്കാരൊക്കെ എത്രയോ പേരെ ഇവൻ ആരാണ് പറഞ്ഞത്, ഇതേതാണ് ഈ പുതിയ മുതല്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എന്തെല്ലാം ബാഡ് കമന്റ്സുകൾ ഇപ്പൊ ഇവൻ വരാറുണ്ട്. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിട്ട് നമുക്ക് ഒരു ഇന്റർവ്യൂ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എനിക്കൊരു ഒരാൾ പറയുന്ന പറഞ്ഞത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? അങ്ങനെ പറ്റത്തില്ലല്ലോ. ആൾക്കാരുടെ നമുക്ക് ഒരിക്കലും കെട്ടി വെക്കാനായിട്ട് ഈവൻ പറ്റത്തില്ല. അവര് സംസാരിച്ചുകൊണ്ടിട്ടേ ഇരിക്കും. സിനിമയായിട്ട് കാണുമെന്ന് പറഞ്ഞു ഈ നടന്ന സംഭവങ്ങൾ ചരിത്രങ്ങളാണ്. ഇത് നമ്മൾ സിനിമയിലാക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അതിനെ വളച്ചൊടിക്കാൻ പാടില്ല എന്ന് പറയും. ഇത് തന്നെ സുപ്രീം കോടതിയിൽ വിധി വന്ന ഒരു കേസായിരുന്നു, നമ്മുടെ ഈ തീവണ്ടി കത്തിച്ചത്. അപ്പൊ അതിൽ പറഞ്ഞ ചരിത്രത്തിൽ വളച്ചൊടിച്ച് പറയുന്നു എന്ന് പറയുന്നു. അപ്പൊ സിനിമയായിട്ട് കണ്ടാൽ മതി, അത് ശരി തന്നെയാണ്. പക്ഷെ ചരിത്രം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അല്ല, ഞാൻ പറയുന്നത് ഇത് സെൻസർ ചെയ്തിട്ടാണല്ലോ ഈ സിനിമ വന്നത്. അപ്പം അതിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയല്ലേ അവിടെ ഇവന് ഇരിക്കുന്നത്. അപ്പം ആരെ